ദേവീ ശരണം അമ്മേ. നഷ്ടത്തെ ചിരലാഭമാക്കിയെഴുതായി മാറ്റുന്ന ദേവീവരം കഷ്ടപ്പാടിലുമുള്ളടക്കുമലപ്പൊന്മുത്തു കുന്നോളവും ഇഷ്ടത്തോടെ വരിച്ചുകൊള്ളുവനിവൻ നീ തന്നതെന്തും മഹാദുഷ്ടർക്കേകി മഹേശ്വരി തവകരം മോക്ഷം കൃപാണത്തിനാൽ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. അഷ്ടമസ്കന്ധത്തിലെ 18-ാമത്തെ അധ്യായമാണ് അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. ഊർധ്വലോകങ്ങളെയും ഭൂമിയെയും എല്ലാം വിവരിച്ചതിന് ശേഷം അധോലോകങ്ങളെക്കുറിച്ചാണ് വിവരിക്കാൻ തുടങ്ങുന്നത്. അതലം വിതലം മുതലായിട്ടുള്ള സപ്ത ലോകങ്ങൾ, അധോലോകങ്ങളെക്കുറിച്ച് പറഞ്ഞു. ബില്ലസർഗങ്ങൾ എന്ന് അറിയപ്പെടുന്ന ഇവയെ അതിലൊക്കെ സ്വർഗത്തേക്കാൾ സുഖഭോഗങ്ങളുണ്ട് എന്നൊക്കെയാണ് പറയണത്. കാമഭോഗങ്ങൾ, ഐശ്വര്യം, സുഖം എന്നിങ്ങനെ സമൃദ്ധിയുടെ ലോകങ്ങളാണ് ഇതൊക്കെ. ഉദ്യാനങ്ങളും വിഹാരസ്ഥാനങ്ങളും ഇവിടെയൊക്കെ ഉണ്ടത്രേ. അവയെല്ലാം സുഖാനുഭൂതികൾ നൽകുന്നതാണ്. ദൈത്യരും നാഗരും ബലശാലികളായ ദാനവന്മാരും അവരുടെ കളത്രം, ഭാര്യമാര്, ബന്ധുക്കള്, ബന്ധുജനങ്ങൾ മുതലായവരെ കൊണ്ടും അവയിൽ ആസക്തരായിട്ടും നിത്യസന്തുഷ്ടരുമായിട്ട് സകുടുംബം അവിടെ വിരാജിക്കണോ. സുഹൃത്തുക്കളോടും കൂടി അവര് ഗൃഹനാഥന്മാരാണ് അവിടുത്തെ. ഈശ്വരകൃപ കൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾക്കൊന്നും മുടക്കം സംഭവിക്കുന്നില്ല. ഈ അധോലോകങ്ങളിലുള്ളവരൊക്കെ മായാവികളാണ്. എല്ലാറ്റിലും അവർ സുഖസന്തുഷ്ടരായി കഴിയണു. ഓരോ ബിലസ്വർഗത്തിലും മായാവിഭുവായ മയൻ നിർമ്മിച്ച അനേകം പുരങ്ങളുണ്ട്. മയൻ യഥേച്ഛം നിർമ്മിച്ചിരിക്കുന്നവയാണ് ഇതെല്ലാം. മഹാമായാവിയാണ് ഈ മയൻ. രത്നനിർമ്മിതങ്ങളായ വിചിത്ര ഭവനങ്ങൾ, മാളികകൾ, ആയിരക്കണക്കിന് ഗോപുരങ്ങൾ, സഭാകങ്കണങ്ങൾ, ദേവാലയങ്ങൾ, ദുർലഭങ്ങളായിട്ടുള്ള പുരങ്ങൾ, നാഗന്മാരുടെയും അസുരന്മാരുടെയും മിഥുനങ്ങളും തത്തകളും പ്രാവുകളും പരന്നുകിടക്കുന്നതായിട്ടുള്ള കൃത്രിമ ഭൂമി, ഉത്തമമായിട്ടുള്ള ഭവനങ്ങൾ, അവയ്ക്ക് അലങ്കാരങ്ങൾ, ശോഭിക്കുന്നതായിട്ടുള്ള അലങ്കാരങ്ങൾ, വലിയ ഉദ്യാനങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറയണത്. ഇതൊക്കെ മനസ്സിന് നല്ല സുഖം തരുന്നതും ഫലപുഷ്പങ്ങളുടെ സമൃദ്ധി കൊണ്ടും സുന്ദരാംഗികളുടെ വിഹാരസ്ഥാനങ്ങൾ കൊണ്ടും ശോഭിക്കുന്നതാണ് ഈ ബിലസ്വർഗങ്ങൾ എന്നാണ് പറയണത്. അധോലോകങ്ങൾ പലതരം പറവകൾ നിറഞ്ഞ ജലാശയങ്ങൾ, മീനുകൾ, തെളിനീര് നിറഞ്ഞ കയങ്ങൾ, അതുപോലെ ജലജന്തുക്കൾ, ഇളകുന്ന വെള്ളത്തിൽ നിന്നാടുന്ന തണ്ടാരങ്ങൾ, ആമ്പൽപ്പൂക്കൾ. തണ്ടാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമരപ്പൂവിനെയാണ് തണ്ടാരം എന്ന് പറയുക. കരിങ്കൂവളപ്പൂക്കൾ, വെള്ളാമ്പൽ പൂക്കൾ, നീലത്താമരകൾ, ചെന്താമലകൾ, അങ്ങനെ ആ ജലാശയങ്ങളുടെ തീരത്ത് നിർമ്മിച്ചിരിക്കുന്ന വിഹാര ഹർമ്മ്യങ്ങൾ, അവയിൽ നിന്ന് ഉയരുന്ന ഇന്ദ്രിയാഹ്ലാദകങ്ങളായിട്ടുള്ള ശബ്ദങ്ങൾ, ഉദ്യാനങ്ങൾ, അമരന്മാരുടെ പരമശ്രീയെ അതിശയിപ്പിക്കുന്നതാണ് അവയെല്ലാം. അതേമാതിരി ദിനരാത്രങ്ങൾ മൂലമുള്ള ഭയം ഒന്നും അവിടെ എങ്ങും ഇല്ല ആർക്കും. അവിടെയുള്ള നാഗങ്ങളുടെ ശിരസിലെ മണികളിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശ രശ്മികളുടെ തിളക്കം കൊണ്ട് അവിടെ എങ്ങും ഒരിക്കലും അന്ധകാരം എന്നുള്ളത് ഉണ്ടാവുന്നേയില്ല. അവിടെ വസിക്കുന്നവർക്ക് ദിവ്യ ഔഷധികളും രസായനങ്ങളും രസാന്നപാന സ്നാനാദികളും കൊണ്ട് ആദിയോ വ്യാധിയോ ഒന്നും ഉണ്ടാവണില്ല. തുളിക്ക് ചുളിവ്, ജരാനരകള്, വിളർച്ച, അതേമാതിരി ദുർഗന്ധങ്ങൾ,
വാർദ്ധക്യം, തളർച്ച, ഇതൊന്നും അവരെ ബാധിക്കുന്നില്ല അവിടെ താമസിക്കുന്നവരെ എന്നാണ് പറയണത്. നിത്യമംഗള സ്വരൂപികളായിട്ടുള്ള അവര് ഭഗവത് തേജസ്സിനെയും സുദർശന ചക്രത്തെയും അല്ലാതെ മൃത്യുവിനെ പോലും ഭയപ്പെടാത്തവരാണ്. ഹേ ബ്രഹ്മപുത്രനായിട്ടുള്ള നാരദരെ, സുദർശന ചക്രം അവിടെ എത്തുമ്പോൾ ദൈത്യാദികളുടെ ഗർഭം ഭയം നിമിത്തം മിക്കവാറും സ്രവിച്ചു പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ 18-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. അപ്പോൾ അധോലോകങ്ങളെക്കുറിച്ച് ചെറുതായിട്ടുള്ളൊരു വർണ്ണമാണ് അവിടെ പറഞ്ഞത്. സകല സൗഭാഗ്യങ്ങളും സുഖങ്ങളും എല്ലാം ഉണ്ട്. ജരാനരകൾ ബാധിക്കണില്ല, അന്ധകാരം ഉണ്ടാവണില്ല, വാർദ്ധക്യം ഉണ്ടാവണില്ല. അവരാകെ ഭയപ്പെടുന്നത് എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് ഭഗവാന്റെ സുദർശന ചക്രത്തെ മാത്രമാണ് എന്ന് പറയണു. അതോടുകൂടിയിട്ട് അവിടെ ഈ 18-ാമത്തെ അധ്യായം അവിടെ അവസാനിക്കണു. നാളെ